ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമുക്ക് ഇവിടെ ഇസ്രായേലിലെ തിബേരിയാസ് എന്ന സ്ഥലത്തെ രാത്രി കാഴ്ചകൾ കാണാം. അപ്പോൾ പോന്നോളൂ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിബേരിയാസിലാണ്. തിബേരിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന പോലെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കൂടുതലും നടന്നതും തിബേരിയാസിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഗലീലി തടാകവും ഒക്കെ സ്ഥിതി ചെയ്യണത്. ഇവിടുത്തെ അതോറിറ്റി ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണത് മേയറാണ്. ഒരു 2-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഗലീലിയയിലെ ഏറ്റവും വലിയ യഹൂദ നഗരവും ഇസ്രായേലിലെ ജൂതന്മാരുടെ രാഷ്ട്രീയ മത കേന്ദ്രവും കൂടിയായിരുന്നു തിബേരിയാസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സിറ്റിയുടെ നടുക്കായിട്ട് ഒരു പഴക്കം ചെന്ന ഒരു മരമുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. ഇതൊരു ഒലിവ് മരമാണ്. ഏകദേശം ഒരു 520 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. അതുവരെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒലിവ് മരം ഒരിക്കലും നശിച്ചു പോകാറില്ല എന്നതാണ് സത്യം. ഇതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഒരുപാട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതൊരു വാട്ടർ പാർക്കാണ്. അതുപോലെ തന്നെ ഒത്തിരി സ്പേസ് മുതിർന്നവർക്ക് വന്ന് ചെലവഴിക്കാനുമുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ് കുതിര സവാരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ട്രാഫിക് നിയമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് ഇവിടെ എല്ലാവരും. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കുതിരവണ്ടിയാണിത്. അടുത്ത ഒരു കസ്റ്റമറെ തേടി അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ചെറിയ നമ്മുടെ കാഴ്ചകൾ. അതുപോലെ തന്നെ ഇത് ജൂതന്മാര് പ്രാർത്ഥിക്കുന്ന ഒരു സിനഗോഗാണ്. ഇതുപോലെയുള്ള ഒരുപാട് സിനഗോഗുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ ഒരു നമ്മുടെ വളരെ കുറഞ്ഞ ചുറ്റളവിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ്. നമുക്ക് ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇനി കാണാനുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകാനും എല്ലാം നമുക്കുണ്ട്. ഇത് കുട്ടികളുടെ പാർക്ക് പോലെയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നോക്കാം. കുട്ടികളെല്ലാം വരെയും ഒത്തിരി സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒത്തിരി കളിപ്പാട്ടങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് എല്ലാവരും പുറത്തോട്ട് വരുന്നതും കാണുന്നതും ഒക്കെ. ഈ കാണുന്നതാണ് ഗലീലി തടാകം. ഗലീലി തടാകത്തിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ബോട്ടിങ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിന് തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കുറഞ്ഞിട്ടുണ്ട്.
ഇതാണ്, ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. കുറച്ചു പേര് ഇവിടെ കൂടിയിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. കൂടുതലും കുട്ടികളാണ്. അവർ ഒറ്റയ്ക്കൊക്കെയാണ് രാത്രി ഇതുപോലെ വന്ന് ചൂണ്ടയിടലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കളിക്കാൻ പറ്റിയ വണ്ടികളെല്ലാം റെന്റിന് വച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. ഇവയൊക്കെ രാത്രി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പകലൊന്നും ഇത് ഓപ്പൺ ആകാറില്ല. നേരത്തെ നമ്മൾ കണ്ടത് കുതിരസവാരി ആണെങ്കിൽ ഇതൊരു കഴുത സവാരിയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട്. ഇപ്പോൾ കുട്ടികളെല്ലാം ഈവനിങ്ങിലെല്ലാം ഫാമിലി അടക്കം വന്ന് ഇവരിതെല്ലാം ആസ്വദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 7D തിയേറ്റർ ആണ്. ഒരു ഷോയ്ക്ക് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെയാണ് ഇവിടെ ഈ ഷോ നടക്കുന്നത്. ഇതിന് ഒരു ഏകദേശം 50 ഷെക്കലോളമാണ് ടിക്കറ്റിന്റെ റേറ്റ്. നമ്മുടെ നാട്ടിലെ ഒരു 1100 രൂപയോളം വരും. നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ പേടി കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ അങ്ങനെ കുട്ടികളെല്ലാം വളരെ ധൈര്യശാലികളായ കുട്ടികളാണ്. ഒരു ചെറിയ കുട്ടിയാണ് ഊഞ്ഞാലാടുന്നത്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന പാർക്കാണ്. ഏതോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ യുദ്ധത്തിലോ എങ്ങനെയൊക്കെയോ പൊളിഞ്ഞു പോയിട്ടും അവരത് വളരെ മനോഹരമാക്കി ഇപ്പോഴും അത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അപ്പോൾ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം നമുക്ക് വേറെ ഒരു വീഡിയോകളിലൂടെ നമുക്ക് കാണാം, ചാനലിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ചുറ്റളവിലുള്ള ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റളവിലാണ്, ചുറ്റുംപുറമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത്. അപ്പം നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാം എന്ന് കരുതി. ഇനി നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സ്ഥലവുമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ബൈ.